നമസ്കാരം. ദൈവികമായ രണ്ട് വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് കുങ്കുമവും രണ്ടാമത്തേത് മഞ്ഞളുമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ ചിത്രമായ കുങ്കുമമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈശ്വരാധീനം കൂടുതലായി ഉള്ളവരാണ് നിങ്ങൾ. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് സഹായകരമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. കർമ്മഫലത്താൽ പല ദുഃഖങ്ങളും അനുഭവിക്കുന്നവർ എന്ന് തന്നെ പരാമർശിക്കാം. മനസ്സിനെ അത് വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവ മറികടന്ന് അഥവാ ഈശ്വരാനുഗ്രഹത്താൽ ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. പ്രത്യേകിച്ചും നേതൃസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ആദരവ് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ പ്രത്യേകമായ കഴിവുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ, പരാധീനതകൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. എപ്രകാരം പല കാര്യങ്ങളും നടത്തിയെടുക്കും എന്ന് ചിന്തിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ ധന ഇടപാടിനാൽ, ധനപരമായ ചില കാര്യങ്ങളാൽ ചില ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയോ വന്നു ചേരാനുള്ള സാധ്യതകളോ ഉണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളായി മാറുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ചെറുതും വലുതുമായ സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഈശ്വരാധീനത്താൽ മറികടക്കുവാൻ അല്ലെങ്കിൽ എപ്രകാരം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈശ്വരാധീനത്താൽ എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഇവ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലപ്പോഴും അധ്വാനിച്ച പണത്തേക്കാൾ ഭാഗ്യത്താൽ പണവും മറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ഭാഗ്യം തുണച്ചതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. ജീവിതത്തിൽ ആദ്യ സമയം പലവിധ കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ അത്തരം ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ പിന്നീട് ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ഏത് ദുഃഖ ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും സഹായിച്ചവർ തന്നെ തിരിച്ചടികൾ നൽകിയതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ എന്നിരുന്നാൽ പോലും കഴിയുന്നത്ര സഹായം മറ്റുള്ളവർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങൾക്കിടയിലുള്ള കലഹങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം കലാ മേഖലകളുമായി ബന്ധപ്പെട്ട് കഴിവുകൾ തെളിയിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശോഭിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ ക്രമേണ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു.
എത്ര ശത്രുക്കളും നല്ല രീതിയിൽ പെരുമാറിയാൽ നിങ്ങൾ പലപ്പോഴും ക്ഷമിക്കുന്നവർ തന്നെയാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി നൽകിയ പലരോടും നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ചില യാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമായി വരുന്ന സാഹചര്യമാണ് കടന്നു വരിക. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ഈ സമയം പ്രധാനമായും ഈശ്വരാധീനം നിലനിൽക്കുന്നതിനാൽ തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ മഞ്ഞളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ഉത്കണ്ഠ ജീവിതത്തിൽ പുലർത്തുന്നവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും തങ്ങൾക്ക് എതിരായി തീരുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ കീഴടക്കുന്നു എന്നതാണ് വാസ്തവം. പലവിധ ടെൻഷനുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോഗ്യവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും മനക്ലേശങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്നും പോസിറ്റീവായ ചിന്തകൾ അല്ലെങ്കിൽ ശുഭചിന്തകൾ വളർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പോസിറ്റീവായ ചിന്തകൾ ക്രമേണ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പോസിറ്റീവായ ചിന്തകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരുകയും ചെയ്യും. ശരിയായ രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരുകയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ, ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പ്രതികൂലമായ ചില കാര്യങ്ങളും പങ്കാളിയുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധനം വന്നതിന് ശേഷം നഷ്ടപ്പെടുവാൻ, അതായത് കൈകളിലേക്ക് ധനം വന്നതിന് ശേഷം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കലഹം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. മനസ്വസ്ഥത കുറയുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. സാമ്പത്തികപരമായ ചില ക്ലേശങ്ങൾ നിങ്ങളുടെ മനസ്സിന് വല്ലാതെ വിഷമങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ചുരുക്കം. പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി ഭവിക്കാം. ഇവർ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഇവർക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും ചില നേട്ടങ്ങൾ, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുമുണ്ട്. വിദേശ യോഗം ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് ഉയർച്ച, വിദ്യയിൽ ഉയർച്ച, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരം പല കാര്യങ്ങളും സംഭവിക്കാം. സന്തോഷകരമായ വാർത്തകൾ അഥവാ ശുഭവാർത്തകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കർമ്മരംഗത്ത് പലവിധ തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയും തന്മൂലം
ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ പൊതുവിൽ അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇഷ്ടദേവതയെ നിത്യവും ഭജിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് കൂടുതൽ ശുഭകരമായി തീരും.